അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം
മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ജീവിതത്തെ സമീപിക്കുന്നതിന് വളരെ വിശ്വാസപരമായ അല്ലെങ്കിൽ സുവിശേഷ വിഹിതമായ ഒരു അപ്രോച്ച്, സമീപനമുണ്ട്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ചില കാര്യങ്ങൾ 100% ദൈവം തന്നെയായിരിക്കും ചെയ്യണത്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ, ദൈവം അത് ചെയ്യണം. ദൈവം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തു തരണം? ഞാൻ പണ്ടൊരു കഥാപുസ്തകം എഴുതിയിട്ടുണ്ട്, നിയ മിലാനിയുടെ നിഗൂഢ കമ്പങ്ങൾ. ഒരപ്പനും മകളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ്. അതിൽ കുറേ കഥകൾ വേറെയുണ്ട്. ആനിമൽസിനെയൊക്കെ വെച്ചൊരു കഥയുണ്ട്. അതിൻ്റെ അത് ഒരു തവളയെ ഒരു പാമ്പ് ഓടിച്ചെടുത്ത്, അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കെട്ടുകഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രകൃതിയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ എൻ്റെ കൂട്ടിനെ എടുക്കും. അപ്പം അങ്ങനെ കഥ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു തവള അവിടെ ഇരിക്കുന്ന ഒരു തോട്ടിലെ മരത്തടിയിൽ തവള ഇരിക്കണം. അപ്പോഴൊരു പാമ്പ് രാവിലെ വരികയും പാമ്പ് തവളയെ പിടിക്കാൻ പോകുമ്പോൾ ദൈവം തവളയോട് പറയും, എന്താ പറയണേ, ദേ പാമ്പ് എന്ന് പറയും. അപ്പം തന്നെ തവള 4 കാലേ വീണ് ഓടി 8 കാലേ ചാടും, രക്ഷപ്പെടും. അപ്പം പാമ്പ് ദയനീയമായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. പാമ്പ് ദൈവത്തോട് ചോദിക്കും, അവനെ സൃഷ്ടിച്ച കൈകൊണ്ടല്ലേ എന്നെ സൃഷ്ടിച്ചത്? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ദൈവം കളഞ്ഞത്. എനിക്കപ്പോൾ വിശക്കണല്ല, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കും. അപ്പം ദൈവം പറയും, അവൻ പ്രാർത്ഥിക്കരുന്ന തവള. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കേൾക്കേണ്ടി വരും. ഇനി പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും തവള ഉണ്ടെങ്കിൽ നീ പിടിച്ചോളാൻ പറയും. അങ്ങനെ ദൈവം അത് കോംപ്രമൈസ് ചെയ്യണത് അങ്ങനെയാണ്. പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും തവള ഉണ്ടെങ്കിൽ പിടിച്ചു. അപ്പോഴേ വൈ ഷുഡ് വി പ്രേ എന്നുള്ളതിൻ്റെ ഉത്തരവാണത്. വൈ ഷുഡ് പ്രേ വെച്ചാൽ ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കേണ്ടി വരും. ദൈവ സംരക്ഷണം ലഭിക്കാൻ ഇപ്പം ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ബാധ്യതയുണ്ട് അവനെ സംരക്ഷിക്കാനുള്ള. അവർ ഓപ്ഷൻ വന്നാൽ എന്തു ചെയ്യും? അപ്പം ദൈവം എന്തു ചെയ്യും? പ്രാർത്ഥിക്കാത്ത ആൾക്കാർ അതിന് കൊടുക്കും. പ്രകൃതിയുടെ നിയമം അതാണ്. ചിലർ മുടിനാരയിടക്കൊക്കെ രക്ഷപ്പെട്ടെന്നൊക്കെ പറയണില്ലേ? അതുകൊണ്ട് വളരെ നിസ്സാരമല്ലേ. തവളയും പാമ്പും അല്ല, ശരിക്കും നമ്മുടെ രോഗങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന അടിപതർച്ചകളില്ലേ, അതൊക്കെ എങ്ങനെ വരണമാണ് ശരിക്കും പറഞ്ഞാൽ? ദൈവ സംരക്ഷണം നഷ്ടപ്പെടുമ്പോഴാണ് വരണത്. നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രേയർ ചെയ്യുന്നു എന്നുള്ളത് ആണ് ഏതാണ്ട് മഹാകാര്യം പോലെ എടുക്കണത്. പക്ഷേ പ്രേയർ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് കുറേ നാൾ, 6 കൊല്ലം ഇരുന്ന്. എൻ്റെ ചവിട്ടനാട വിജ്ഞാനകോശമൊക്കെ അവിടെ ഇരുന്ന് എഴുതിയതാണ്. അപ്പോൾ അവിടെ വെച്ച് അന്ന് സുധാകരൻ മിനിസ്റ്ററായിരുന്നു, ഈ സിവിൽ സപ്ലൈസിൻ്റെ ആണെന്ന് തോന്നണേ. അതായത് എനിവേ അമ്പലപ്പുഴ MLA ആയത് കാരണം അദ്ദേഹം അമ്പലപ്പുഴ പാൽപ്പായസം ത്രിവേണി
സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി കൊടുക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കി. ഒത്തിരി ഭക്തന്മാർക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടായിരുന്നു. കാര്യം ആൾക്കാർ ഈ പായസം മേടിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ എന്താണ് നമ്മുടെ കൊക്കക്കോള മേടിക്കണ പോലെ അല്ല പായസം മേടിക്കുന്നത്. അതൊരു അനുഷ്ഠാന പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രസാദം പോലെ പ്രാർത്ഥിച്ച് കൈപ്പറ്റുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര പ്രയാസമായി. ചുമ്മാ വഴിയെ പോണ എന്തും മേടിച്ച് കഴിക്കണവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ അപ്പം ഞാൻ പള്ളിയിലുണ്ട് അവിടെ. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രയാസങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കുകയെ അമ്പലപ്പുഴ പായസം ഒരുവിധം കൊള്ളാവുന്ന കവറിലാണ് കൊടുക്കണത്. പക്ഷെ അത് അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള കവറിൽ കൊടുക്കേണ്ടതാണ്. കാര്യം അത് മാറ്റർ ഭയങ്കര പൗരാണികവും അത് ഒരു പ്രസാദത്തിൻ്റെ എല്ലാ പ്രസാദം കൊടുക്കുന്ന പോലെയൊക്കെ ആൾക്കാർക്ക് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അമൂല്യമാണ്. അപ്പോൾ അവർക്കതുപോലെ പ്രസൻറ്റ് ചെയ്യേണ്ടതാണത്. ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഈ അമ്പലപ്പുഴ പാൽപ്പായസമേ കോളാമ്പി തന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പം കാര്യം മനസ്സിലായില്ല. ഞാൻ നിങ്ങൾ കോളാമ്പി കൊടുക്കുക, അത് ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. അമ്പലപ്പുഴ പായസം കോളാമ്പി തന്നാൽ എങ്ങനെ ഇരിക്കും? അതൊരു സ്വർണ്ണപ്പാത്രത്തിൽ തന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി കോളാമ്പി പാർട്ടിയാണെങ്കിൽ എന്തു ചെയ്യും? പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയം, അവരുടെ ഹൃദയം തുറന്ന ശവക്കുഴിയാണെന്ന് പറയത്തില്ലേ? ആ വചനം എടുത്തേ, റോമ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ദ്വയാർത്ഥ പ്രയോഗങ്ങള്, തെറികള്, തന്തക്കുവിളികള്, തോന്നിവാസങ്ങള്, തങ്ങളെ പിടിച്ചിടം ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ മലിന വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ ബൈബിൾ പറഞ്ഞത്? എന്താണ്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ഇപ്പം കയ്യിൽ ചതിപ്രയോഗമുണ്ട്, അതുപോലെ തന്നെ മലിനമസമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ തെറി പോലുള്ള തോന്നിവാസങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ കോളാമ്പിയാണ് ശരിക്കും. അവിടെ ആ കോളാമ്പി കൊണ്ടുവന്ന് ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കോളാമ്പി കൊടുക്കുന്ന പോലെ ഇരിക്കും. പാൽപ്പായസം എന്ന് പറഞ്ഞാലും ദൈവം അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും കേൾക്കണം പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പം ഞാനൊക്കെ ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേ ഞാൻ പ്ലേറ്റ് മണത്ത് നോക്കും. കാരണം ധൃതിക്ക് കഴുകണമല്ലേ. ചില സമയത്ത് ഫ്രഷ് സ്മെല്ലുണ്ടാകത്തില്ല. ഇപ്പം നല്ല ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ ആ ചൂടുവെള്ളത്തിലിട്ട് പ്ലേറ്റ് കൊണ്ട് നമ്മുടെ മുമ്പ് വെക്കത്തുള്ളൂ. നമുക്ക് കോൺഫിഡൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വരുമ്പോൾ നമ്മളെന്ത് രണ്ടാമത് കഴുകും. അതിൻ്റെ അത് കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാനും ബാക്ടീരിയ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കഴുകണം. അല്ലാതെ ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനയിലും ബാക്ടീരിയ ഉണ്ടാകരുത്. പ്രാർത്ഥനയിൽ ബാക്ടീരിയ, പക്ഷേ ഈ ആൾക്കാരുടെ ഒരു കുഴപ്പം വെച്ചാൽ പകുതി മുക്കാൽ ആൾക്കാരുടെയും പ്രാർത്ഥനയിൽ ബാക്ടീരിയ ഉണ്ട്. അത് ബൈബിൾ പറയണത് തുറന്ന ശവക്കുഴി എന്ന് പറയാൻ പിന്നെ എൻ്റെ അപ്പുറത്ത് വരാൻ പറയാനുണ്ട്. അപ്പോൾ വളരെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ വചനം? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾ നല്ല പൊന്നിൻ്റെ താലത്തിൽ വെച്ച് ദൈവത്തിന് കൊടുക്കാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഗ്യാരണ്ടിയായി. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നിവർത്തിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.